ആദ്യം നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ടോപ്പ് പോർഷൻ ആണ്. ടോപ്പ് പോർഷൻ നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് നാലാക്കിയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ നെക്കാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ കോർണർ ഫോൾഡഡ് സൈഡിൽ നിന്ന് നമ്മളൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. പിന്നെ ഷോൾഡർ വന്നിട്ട് 7 ഇഞ്ചസ് ആണ്. പിന്നെ നമ്മൾ സ്ലീവിൻ്റെ അവിടെ കട്ട് ചെയ്യുന്നില്ല. സോ അപ്പോൾ ഹാഫ് സ്ലീവ് ലെന്ത് നമ്മൾ 11 ഇഞ്ച് ഇപ്പോൾ തന്നെ മാർക്ക് ചെയ്യുകയാണ്. പിന്നെ ആം ഹോൾ നമ്മൾ 7 മാർക്ക് ചെയ്തതിന് താഴോട്ടേക്ക് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതവിടെ നമ്മൾ കട്ട് ചെയ്യുന്നില്ല, പക്ഷേ ഒരു അളവിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ ബസ്റ്റ് പോയിൻറ്റ് 8.5 ഇഞ്ചസ് ആണ്. പിന്നെ ഷേപ്പ് ലെന്ത് മേലെ നിന്ന് താഴത്തേക്ക് 15 ഇഞ്ചസ് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് താഴത്തേക്ക് ടോട്ടൽ ലെന്ത് 20 ഇഞ്ചസ് ആണ്. പിന്നെ ഷേപ്പ് ലെന്ത് നമ്മൾ 15 മാർക്ക് ചെയ്തില്ല, അവിടുന്ന് സൈഡിലോട്ട് നമ്മൾ ഒരു 7.5 ഇഞ്ചസ് മാർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ താഴെയും നമ്മൾ ഹിപ്പ് വിഡ്ത്ത്, അതായത് ടോട്ടൽ ലെന്തിൻ്റെ അവിടെ നമ്മൾ 10.5 ഇഞ്ചസ് മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ 3 പോയിന്റ് നമ്മൾ ജോയിൻ ചെയ്യുക. അതേപോലെ സ്ലീവ് വിഡ്ത്ത് 5 ഇഞ്ചസ് ആണ് മേലിൽ നിന്ന് താഴത്തേക്ക്. പിന്നെ നമ്മൾ ആം ഹോളിലേക്ക് ഇതേപോലെ ഇങ്ങനെ ഒരു കർവ് വരച്ചു കൊടുക്കുക. പിന്നെ നെക്ക് ഫ്രണ്ടും ബാക്കും നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. നെക്ക് ലെന്ത് ബാക്ക് 2 ഇഞ്ചസും ഫ്രണ്ട് ഇഞ്ച് 3 ഇഞ്ചസും ആണ്. ആദ്യം നമ്മൾ ബാക്ക് കട്ട് ചെയ്യുക ഒരുമിച്ച്, എന്നിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ നടുക്ക് ഒരു 1/2 ഇഞ്ച് ഇതേപോലെ വി ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊരു തുണി വെച്ചിട്ട് നല്ല ഭാഗത്ത് വെച്ചിട്ട് മറച്ചടിക്കുക. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ നമ്മുടെ ഹോൾ കഴുത്തിൻ്റെ ബാക്കിൽ ഒരു തുണി വെച്ചിട്ട് തിരിച്ച് മറിച്ചടിക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ത്രെഡ് ഇട്ട് വെച്ചിട്ടുണ്ട്, ഒരു നാട അതിൻ്റെ ഇടയിൽ കൂടെ ഇട്ടുണ്ട്, എന്നാലേ ചുരുക്ക് പോലെ വരുള്ളൂ. പിന്നെ നമ്മൾ സ്ലീവിൻ്റെ തുണി 4 ഫോൾഡായി വെച്ചിട്ടുണ്ട്. 17 ഇഞ്ചസ് ആണ് ലെങ്ത്ത്. പിന്നെ വിഡ്ത്ത് വന്നിട്ട് 8 ഇഞ്ചസ് ആണ്. എന്നിട്ട് അത് ഇതേപോലെ സ്ലീവിൻ്റെ സൈഡിൽ, അതായത് നമ്മൾ 11 ഇഞ്ചസിൽ ഒരു സ്ലീവ് കട്ട് ചെയ്തില്ലേ, അത് ഇതേപോലെ നമ്മൾ നോർമൽ ത്രെഡ് ആൻഡ് സൂചി വെച്ചിട്ട് ഇതേപോലെ ചുരുക്കാക്കിയിട്ട് ആ ഒരു സ്ലീവിൻ്റെ ഭാഗത്തിന് നമ്മളിത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഞാൻ മുട്ടുസൂചി വെച്ചിട്ട് ആ ചുരുക്കുള്ളത് മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. മറ്റേ സൈഡ്, അതായത് സ്ലീവിൻ്റെ അറ്റം ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതേപോലെ പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ മേലെ കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഓപ്പോസിറ്റ് സൈഡ്, അതായത് നമ്മുടെ സ്ലീവിൻ്റെ നമ്മൾ കൈഭാഗം റിസ്റ്റ് വരുന്ന ഭാഗത്ത് നമ്മൾ ഇതേപോലെ ചെറിയൊരു മടക്ക് വെച്ചിട്ട് ഒരു എലാസ്റ്റിക് ഇടാൻ പാകത്തിന് നമ്മൾ മടക്കി തയ്ച്ചിട്ടുണ്ട്. സോ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ എലാസ്റ്റിക് ഇടുന്നത്. പിന്നെ സ്ലിറ്റ് ഒരു 4 ഇഞ്ച് ഒരു ഹൈറ്റിന് നമ്മളത് മടക്കി തയ്ച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഓപ്പൺ ആയിട്ടുള്ള സൈഡ് നമ്മളൊന്ന് കൂട്ടി തയ്ക്കുക. അപ്പോൾ അതോടെ നമ്മുടെ ടോപ്പ് പോർഷൻ കഴിഞ്ഞു. ഇനി ജാക്കറ്റാണ്. ജാക്കറ്റിൻ്റെ ലൈനിങ് ആണ് ഇവിടെ ഉള്ളത്. ആക്ച്വലി കോട്ടൺ ലൈനിങ് ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഞാനിവിടെ പോളിസ്റ്റർ ലൈനിങ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇതേപോലെ 4 ഫോൾഡ് ആക്കിയിട്ട് നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് മാർക്ക് ചെയ്യുന്നത് ഷോൾഡർ വിഡ്ത്ത് ആണ്. അപ്പോൾ ഷോൾഡർ വിഡ്ത്ത് വന്നിട്ട് 6.5 ഇഞ്ചസ് ആണ്. അപ്പോൾ 6.5 ഇഞ്ചസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നെക്ക് വിഡ്ത്ത് ആണ്. നെക്ക് വിഡ്ത്ത് വന്നിട്ട് 4.5 ഇഞ്ചസ് ആണ്. അപ്പോൾ അതും നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നെക്ക് ലെന്ത് ആണ് എടുക്കാൻ പോകുന്നത്. ബാക്ക് പോർഷനിൽ 11 ഇഞ്ചും ഫ്രണ്ട് പോർഷനിൽ 9 ഇഞ്ചസും ആണ്. സോ നമ്മളത് ആദ്യം മാർക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ബസ്റ്റ് സൈസ് വന്നിട്ട് 8.5 ഇഞ്ചസ് ആണ്. സോ അതും നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഷേപ്പ് ലെന്ത് 15 ഇഞ്ചസ് ആണ്. ആം ഹോളും മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ടോട്ടൽ ലെന്ത് 19 ഇഞ്ചസ് ആണ്. അപ്പോൾ നമ്മളിവിടെ 19 ഇഞ്ചസിൽ നമ്മൾ ലൈൻ വരച്ചിട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ നെക്ക് വിഡ്ത്ത് 4.5 ഇഞ്ചിൽ നിന്ന് നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ നമ്മൾ പിക്കിൽ കാണുന്ന പോലെയുള്ള കഴുത്ത് ആ ഒരു പോയിന്റിലേക്ക് നമ്മളൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ഷേപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത് 7.5 ഇഞ്ചസ് ആണ്. പിന്നെ നമ്മൾ ടോട്ടൽ ലെന്തിൻ്റെ അവിടെയും നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അതവിടെ നമ്മൾ ഹിപ്പ് വിഡ്ത്ത് ആണ്, അതായത് 9 ഇഞ്ചസ് ആണ്.
എന്നിട്ട് നമ്മൾ ഈ സൈഡിലുള്ള 3 മാർക്കിങ്ങും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒരു ലൈൻ അല്ലാണ്ട് ഒന്നൊരു ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതേപോലെ ഒന്ന് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഫ്രണ്ട് പോർഷൻ നമ്മൾ ഇതേപോലെ ഒന്ന് രണ്ടാക്കി മടക്കിയിട്ട് സെൻറ്ററിൽ നിന്ന് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ അവിടെ അടിച്ചിട്ട് നമ്മൾ മറച്ച് അടിക്കാനുള്ളതാണ്. അപ്പം നമ്മളിത് ആദ്യം വന്നിട്ട് ലൈനിങ് പോർഷൻ വന്നിട്ട് നല്ല വശത്താണ് വെക്കേണ്ടത്. ഞാൻ ഇതിൽ തെറ്റായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. നല്ല വശത്ത് വെച്ചിട്ട് ഒന്ന് സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരേ ഒരു പോർഷൻ മാത്രം ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഒന്ന് തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. നമ്മൾ തുണിയൊക്കെ മറിഞ്ഞ് കിടക്കുകയാണെങ്കിൽ തിരിച്ചിടൂലേ, അതേപോലെ തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതേ ഓപ്പണിംഗ് പോർഷൻ വന്നിട്ട് നമ്മൾ ഒന്ന് തയ്ച്ചു കൊടുക്കണം. അപ്പോൾ ഇത് മറിച്ചിടുമ്പോൾ ഇതേപോലെ ആയിരിക്കും സംഭവം. എന്നിട്ട് നമ്മൾ ഈ സൈഡിൽ ഓപ്പൺ ആയിട്ടുള്ള ഫ്രണ്ടിൽ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് നമ്മളൊരു ലൂപ്പ് 2.5 ഇഞ്ച് ലൂപ്പ് വന്നിട്ട് നമ്മളൊരു 4-5 എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുക. എന്നിട്ട് അത് തയ്ച്ചതിന് ശേഷം ഒരു ബ്രൗൺ കളർ റിബൺ, അതായത് പിക്ചറിലുള്ള പോലെ ബ്രൗൺ കളർ റിബൺ നമ്മുടെ ഷൂ ലേസൊക്കെ കെട്ടുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് സിക്സാഗ് ആയിട്ട് ഒന്ന് കുത്തിക്കയറ്റി വെക്കുക. അടുത്തത് നമ്മൾ സ്കേർട്ട് പോർഷനാണ്. സ്കേർട്ട് ലെന്ത് നമ്മൾ 40 ഇഞ്ചസ് എടുക്കുന്നുണ്ട്. പിന്നെ ക്ലോത്തിൻ്റെ വിഡ്ത്ത് ഒരു 4.5 മീറ്ററാണ്. അപ്പോൾ നല്ല വീതിയുള്ള ഒരു ക്ലോത്തൊക്കെ ആണെങ്കിൽ 4.5 മീറ്റർ മതി. പിന്നെ വീതിയില്ലാത്ത കുറച്ചൊരു ഈ പോളിസ്റ്റർ ആയതുകൊണ്ട് നല്ല വീതിയുണ്ട്. മറ്റേ കോട്ടനൊക്കെ ആണെങ്കിൽ കുറച്ചൊരു 5-5.5 മീറ്ററൊക്കെ എടുക്കുക. അപ്പം ഞാൻ ഇതേപോലെ അളവൊന്നും വെക്കണില്ല, മെഷർമെൻ്റ് ഒന്നും എടുക്കുന്നില്ല. കാരണം മെഷർമെൻ്റൊക്കെ എടുത്ത് നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യുമ്പോഴത്തേനും നമുക്ക് തലവേദനയാവും. അപ്പോൾ ഇതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള മെത്തേഡ്. അതായത് ഏകദേശം നമ്മൾ ഫ്രണ്ട് പോർഷൻ ആണ്, ഇത് മുന്നിൽ നിന്ന് കാണുമ്പോൾ ഇങ്ങനെ വൃത്തി ഉണ്ടാകും, അപ്പുറത്ത് വൃത്തിയില്ലാത്ത പോലെ ഉണ്ടാകും. പക്ഷെ നമുക്ക് മുമ്പിൽ നിന്ന് കണ്ടാൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ഏകദേശം സൈസിന് ഇതേപോലെ പ്ലീറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹിപ്പ്, അതായത് വേസ്റ്റിൻ്റെ ഇതാണ് നമ്മൾ എടുക്കുക. അപ്പോൾ 28 ഇഞ്ച് 28.5 മതി. പക്ഷെ ഞാനിവിടെ 32 ഇഞ്ചസ് എടുത്തിട്ടുണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. പിന്നെ നമ്മളൊരു ബാൻഡ് വിഡ്ത്ത് 2.5ഉം പിന്നെ നീട്ടം 48 ഇഞ്ചസും ഉള്ള ഒരു തുണി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം വന്നിട്ട് ചീത്തവശത്ത് ഒന്ന് തയ്ക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ മടക്കിയിട്ട് നല്ല വശത്ത് കൂടെ ഒരു സ്റ്റിച്ച് ഇടുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ സ്കേർട്ട് പോർഷൻ. അപ്പോൾ ഇങ്ങനെയാണ് കാണാനുണ്ടാവുക. പിന്നെ അടിഭാഗം ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് മടക്കി തയ്ക്കാം.